വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കുന്നല്ലോ. ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്ക് സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിന്റെ 5 മുതൽ 9 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ വായിക്കുന്നു. ഞങ്ങൾ സഞ്ചരിച്ച് ഒറ്റുനോക്കിയ ദേശം എത്ര നല്ല ദേശം ആകുന്നു. യഹോവ നമ്മിൽ പ്രസാദിക്കുന്നുവെങ്കിൽ അവൻ നമ്മെ പാലും തേനും ഒഴുകുന്ന ആ ദേശത്തേക്ക് കൊണ്ടുചെന്ന് നമുക്ക് അത് തരും. വായിച്ചോ 9 വരെ. യഹോവയുടെ നിങ്ങൾ മത്സരിക്കുക മാത്രമരുത്, ആ ദേശത്തിലെ ജനത്തെ ഭയപ്പെടരുത്. അവർ നമുക്ക് ഇരയാകുന്നു, അവരുടെ ശരണം പോയിപ്പോയിരിക്കുന്നു. നമ്മോട് കൂടെ യഹോവ ഉള്ളത് കൊണ്ട് അവരെ ഭയപ്പെടരുത്. മതി. വളരെ ചിന്തനീയമായ ഒരു തിരുവചന ഭാഗമാണ് നാം വായിച്ചത്. ദൈവം അവരോട് പറഞ്ഞു, പാലും തേനും ഒഴുകുന്ന ആ ദേശത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോയി ആക്കും. അവർ സാക്ഷ്യപ്പെടുത്തി, ഞങ്ങൾ പോയി നോക്കിയതായ ദേശം എത്രയും നല്ല ദേശമാണ്. എന്നാൽ അവിടെ പറയുന്ന ചില പ്രധാനപ്പെട്ട പദങ്ങളുണ്ട്. യഹോവ നമ്മിൽ പ്രസാദിക്കുന്നു എങ്കിൽ യഹോവയോട് നിങ്ങൾ മത്സരിക്കരുത്. അവർ നമുക്ക് ഇരയാകുന്നു, അവരുടെ ശരണം പോയിപ്പോയിരിക്കുന്നു. എന്താണ് കാരണം? നമ്മോട് കൂടെ യഹോവ ഉള്ളത് കൊണ്ട് അവരെ ഭയപ്പെടരുത്. സ്തോത്രം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പരാജയത്തിന്റെ പ്രധാന കാരണം ഭയമാണ്. എന്ത് സംഭവിക്കും, എന്താകും, എങ്ങനെയാകും, ഈ ചിന്ത നമ്മെ ഭരിക്കുമ്പോൾ മുൻപോട്ട് പലപ്പോഴും പോകുവാൻ കഴിയാതെ വണ്ണം നമ്മൾ പരാജയപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ആയിത്തീരുകയാണ്. സ്തോത്രം. ദൈവം ഈ ലോകത്തിൽ നിന്ന് തനിക്കായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടമാണ് ദൈവമക്കൾ. നമ്മുടെ യോഗ്യത കൊണ്ടല്ല ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്. ദൈവത്തിന് നമ്മോട് കരുണ തോന്നി. സ്തോത്രം. അപ്പോൾ ഒരു ദൈവിക പ്രസാദം നമ്മിലുണ്ട്. ആമേൻ. സ്തോത്രം. അപ്പോൾ ദൈവം നമ്മിൽ പ്രസാദിക്കുന്നു എങ്കിൽ എന്തു ചെയ്യും? സ്തോത്രം. നിത്യതയുടെ തീരത്തോളം അവൻ എത്തിക്കുവാൻ മതിയായവനാണ്. അത് തിരിച്ചറിഞ്ഞ പൗലോസാണ് പറയുന്നത്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ആ അറിവാണ് നമുക്ക് വേണ്ടത്. അവൻ എൻ്റെ ഉപനിധിയാണ്, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനാണെന്ന് ഞാൻ ഉറച്ചിരിക്കുകയാണ്. വല്ലവന് ഉറപ്പുണ്ടായിട്ട് കാര്യമില്ല, അവനവൻ ഉറപ്പ് വേണം. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തോട് പലപ്പോഴും നമ്മൾ മത്സരിക്കുന്ന കൂട്ടത്തിൽ ആകുന്നുണ്ടോ എന്ന് ഇന്ന് രാത്രിയിൽ ഒന്ന് സ്വയപരിശോധന നടത്തണം. രാവിലെ നമ്മൾ കേട്ടതായ തിരുവചന ഭാഗങ്ങൾ ശക്തി ലഭിച്ചിട്ട്, ആമേൻ, തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ പിതാവ്, പുത്രൻ, പരിശുദ്ധ ആത്മാവിന്റെ സാന്നിധ്യം ഒരു ദൈവ പൈതലിൽ ഉണ്ടെന്നാണ് വചനം പറയുന്നത്. സ്തോത്രം. ആ ദൈവ സാന്നിധ്യം നമ്മിൽ ഉണ്ടെങ്കിൽ പിന്നെ ഈ ഭയം എവിടെ നിന്നാ വരുന്നത്? സ്തോത്രം. അപ്പോൾ ആ ദൈവമായി നാം വേണ്ടതുപോലെ ബന്ധപ്പെടാത്തത് കൊണ്ടാണ് ഈ ഭയം ഉണ്ടാകുന്നത്. അതാണ് വചനം പറയുന്നത്, തികഞ്ഞ ദൈവസ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. ഭയത്തിന് എന്തുണ്ട്? സ്തോത്രം. ആമേൻ. അപ്പൊ ആരും കൊണ്ടിടുന്നതല്ല, നമ്മൾ തന്നെ അതിന്റെ ഉടമസ്ഥൻ. ദൈവത്തെ ഭയമില്ല, പിശാചിനെ പേടിയ.
ഹല്ലേലൂയ. എന്നാൽ ഭയപ്പെടുവാൻ യോഗ്യനാണ് നാം സേവിക്കുന്ന ദൈവം. ദൈവത്തോട് നമ്മൾ ആത്മബന്ധത്തിൽ ചേർന്ന് നിൽക്കുവാൻ തയ്യാറായാൽ, അതാണ് വചനം പറയുന്നത്, ദൈവത്തിന് എന്ത് ചെയ്യണം? കീഴടങ്ങണം. പിശാചിനോട് എന്ത് ചെയ്യണം? എതിർത്ത് നിൽക്കണം. അപ്പൊ എന്തുണ്ടാകും? സ്തോത്രം. ഈ ഓടിപ്പോകുന്നതിനെ കുറിച്ച് നിങ്ങളൊന്ന് ഭാവനയിൽ കാണണം. സ്തോത്രം. ഈ അതിന്റെ മാതൃക കുരങ്ങൻ ഓടുന്നൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അത് നടന്നു പോകുമ്പം എന്ത് ചെയ്യും? നിലത്തോടെ വലിച്ചുകൊണ്ടാ പോകുന്നേ. എന്നാൽ ഓടുന്ന സമയത്തോ ക്ലീന്ന് പറഞ്ഞ് എന്ത് ചെയ്യൂ? അപ്പോൾ പൈശാചികൻ നമുക്ക് നേരെ വരുമ്പോൾ എതിർത്ത് നിൽക്കുവാൻ നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ, ആമേൻ, ഹല്ലേലൂയ, നീ ഒരു ദൈവ പൈതലാണെന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ, പരിശുദ്ധ ആത്മാവ് നിന്നിൽ ഉണ്ടെന്നൊരു ഉറപ്പ് നിനക്കുണ്ടെങ്കിൽ, ആമേൻ, രണ്ട് അന്യഭാഷ പറയുന്നതല്ല പരിശുദ്ധ ആത്മാവ്. ഹല്ലേലൂയ, സകല സത്യത്തിലും വഴി നടത്തുന്നതാ പരിശുദ്ധ ആത്മാവ്. പരിശുദ്ധ ആത്മാവ് നിന്നിൽ പകരപ്പെടുമ്പോൾ, ഹല്ലേലൂയ, നീ അറിയാത്തൊരു ശക്തിക്ക് നീ ഉടമയായി മാറുകയാ. നമ്മുടെ മിടുക്ക് കൊണ്ടല്ല നമ്മൾ നിൽക്കുന്നേ, ദൈവം നമ്മെ നിർത്തുന്നതാ. ദൈവം തന്റെ കൃപ നമ്മുടെ മേൽ പകരുന്നതാ. സ്തോത്ര, ഹല്ലേലൂയ. ചില വേദനകളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്നത്, ഹല്ലേലൂയ, അങ്ങ് എത്താൻ വേണ്ടിയാണെന്നേ. സുഖകരമായി മുൻപോട്ട് പോയ സ്തോത്രം പറച്ചിൽ കുറയും, പിന്നെ കൈകൊട്ട് കുറയും, ഹല്ലേലൂയ പറയലും കുറയും. ഇടയ്ക്കൊരു കുത്ത് കിട്ടുമ്പം അയ്യോ ദൈവമേ സഹായിക്കണം. അതൊരു മാതൃകയാ. അപ്പോസ്തലനായ പൗലോസ് അവനെ കുത്താനെ ഏൽപ്പിച്ചത് ആരെയാ? ഒരു മയമില്ലാത്ത കുത്ത്. ഹല്ലേലൂയ. അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, വെളിപ്പാടിന്റെ ആധിക്യത്താൽ നിഗളിച്ചു പോകാതിരിപ്പാൻ. അപ്പോൾ ചില വേദനകൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകുന്നത് എന്തിനു വേണ്ടിയാ? നിത്യത എത്തുവാൻ വേണ്ടിയാ, നിത്യരാജ്യത്തിൽ നാം എത്തിച്ചേരുവാൻ വേണ്ടിയാ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം. വേദനയ്ക്ക് എന്ത് ചെയ്യണം? ആമണി ചെയ്യും. അത് മണി ചെയ്തത് തന്നെ. 10 കാശ് കിട്ടി കഴിഞ്ഞാൽ സ്തോത്രം പറയായിരിക്കും. അത് കിട്ടുന്ന സമയത്ത് പിന്നെ പറയില്ല. സ്തോത്രം. ഈ തിരുവചന ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ 10 പേർ വന്ന് ഇസ്രായേൽ ജനത്തോട് പറഞ്ഞ വാക്കുകളാണ് ഈ വിഷയത്തിന്റെ ആധാരമായി കിടക്കുന്ന വസ്തുത. അവർ പറഞ്ഞതായ വാക്കുകൾ കേട്ടതായ ജനം ദൈവം നടത്തിയ വഴികളെ, ചെയ്ത പ്രവർത്തികളെ മറന്നുകൊണ്ടവർ കരയുവാൻ തുടങ്ങി. അത്ഭുതകരമായി ഒരു കോഴി തൻ കുഞ്ഞിനെ ചിറകിന്മേൽ വഹിച്ചു കൊണ്ടുവരുന്നത് പോലെ വഹിച്ചു കൊണ്ടുവന്ന ദൈവത്തിന്റെ പ്രവർത്തികളെ മറന്നിട്ട്, ഹല്ലേലൂയ, അവർ നിലവിളിക്കുവാൻ തുടങ്ങി. കൂടാരങ്ങളിൽ ഇരുന്ന് പിറുപിറുക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, നിന്നെ വിളിച്ച വിളിയെ നീ ഒന്ന് ഓർക്കണം. ദൈവം നടത്തിയ വിധങ്ങളെ ഓർക്കണം. ഹല്ലേലൂയ. ദൈവം ചെയ്ത ഉപകാരങ്ങൾ, പ്രതികൂലങ്ങളുടെ മുൻപിൽ, പ്രയാസങ്ങളുടെ മുൻപിൽ അത്ഭുതകരമായി നടത്തിയ ആ വിധങ്ങളെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തോട് നന്ദി പറയുമ്പോൾ നീ അറിയാതെ തന്നെ നിന്റെ മേലൊരു ദൈവ ശക്തി വ്യാപരിക്കും എന്നുള്ളത് ഒരു സത്യമാണ്. ആമേൻ. നമ്മൾ പലപ്പോഴും നടത്തിയ വിധങ്ങളെ ഓർക്കില്ല. പിന്നെ ഇപ്പോഴുള്ള പ്രസന്റ് ഉള്ള വിഷയത്തെ മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കാറ്. ഇതിനേക്കാളും വലിയ പ്രയാസം വന്ന സമയത്ത് അത്ഭുതകരമായി ദൈവം നടത്തിയ, പരിപാലിച്ച വിധങ്ങളുണ്ട്.
ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ ലേവി ഗോത്രത്തെ കുറിച്ച് ദേവദാസൻ പറയുവാനിടയായല്ലോ. യാക്കോബ് ലേവിക്ക് കൊടുക്കുന്നതായ അനുഗ്രഹത്തിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ വേദനയുള്ള ഒരു അനുഗ്രഹമാണ് അവർക്ക് നൽകുന്നത്. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായത്തിന്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് വായിച്ചു. അവരുടെ വാളുകൾ സാഹസത്തിന്റെ ആയുധങ്ങൾ. അവരുടെ മന്ത്രത്തിൽ കൂടരുതേ, എന്മനമേ അവരുടെ യോഗത്തിൽ ചേരരുതേ. തങ്ങളുടെ കോപത്തിൽ അവർ പുരുഷന്മാരെ കൊന്നു, തങ്ങളുടെ ശാഠ്യത്തിൽ കൂട്ടന്മാരുടെ വരിയുടച്ചു. അവരുടെ ഉഗ്രകോപവും കഠിന ക്രോധവും ശപിക്കപ്പെട്ടത്. അവരെന്താണ് യഥാർത്ഥത്തിൽ ഒരു ശാപവാക്കുകൾ ഏറ്റുവാങ്ങിയ ഒരു ഗോത്രമാണ് ലേവി ഗോത്രം. എന്നാൽ അവരുടെ ജീവിതത്തിൽ ഒരു അവസരം ലഭിച്ചപ്പോൾ യഹോവയുടെ പക്ഷത്തുള്ളവൻ എന്റെ അടുക്കൽ വരട്ടെ എന്ന് മോശയുടെ അധരത്തിൽ നിന്ന് പുറത്ത് ആ ശബ്ദം വന്നപ്പോൾ ലേവി ഗോത്രം മോശയുടെ അടുക്കലേക്ക് അങ്ങ് കയറി നിന്നു. ഹല്ലേലൂയ. ഇവർ കാണിച്ചതായ ആ അനുഭവത്തിന്റെ പേരിലാണ് അവർ ശാപഗ്രസ്തരായി തീർന്നത്. അതേ അനുഭവം തന്നെ വാളെടുത്ത സഹോദരനെന്നോ ബന്ധുവെന്നോ നോക്കാതെ വെട്ടാൻ പറഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. അവർ അങ്ങ് എടുത്തെന്ത് ചെയ്തു? വെട്ടാൻ തുടങ്ങി. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെയാണ് അവർ അനുഗ്രഹത്തിന് പാത്രീഭൂതരായത്. ഇന്ന് രാത്രിയിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ആരെല്ലാം നിന്നെ ശപിക്കട്ടെ, ആരെല്ലാം തീർന്നു എന്ന് വിധിയെഴുത്ത് നടത്തട്ടെ, ദൈവാത്മാവ് നിനക്കൊരവസരം നൽകുമ്പോൾ, ഹല്ലേലൂയ, ദൈവാത്മാവ് നിന്നോട് ഇടപെടുമ്പോൾ ആ ഇടപെടലിന്റെ മുൻപിൽ നീ കയറി നിൽക്കുവാൻ തയ്യാറായാൽ, ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ തയ്യാറായാൽ, നിന്റെ വിധിയെ മാറ്റി എഴുതുന്ന, നിന്റെ അവസ്ഥയെ മാറ്റി എഴുതുന്ന, ശത്രു വെച്ചതായ കെണികളെ തകർത്തു കളയുന്ന ഒരു ദൈവത്തിന്റെ ശക്തിയും ഒരു ദൈവത്തിന്റെ പ്രവൃത്തിയും തന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി ഉണ്ട് എന്ന് ഇന്ന് രാത്രിയിൽ മറക്കരുത്. സ്തോത്രം. പക്ഷെ തിരഞ്ഞെടുപ്പിന്റെ സ്വാതന്ത്ര്യം വ്യക്തിപരമാണ്. അതാരും നിർബന്ധിച്ചിട്ടല്ല. നിങ്ങളൊന്ന് ചിന്തിച്ചേ. യഹോവയുടെ പക്ഷത്തുള്ളവൻ എന്റെ അടുക്കലേക്ക് കയറി നിൽക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അതമ്പതിക്കപ്പെട്ടതായ ഒരു ഇസ്രായേൽ ജനത്തെ കണ്ടുകൊണ്ടാണ്, ഹല്ലേലൂയ, വളരെ വേദനയോടെ മോശെ അത് പറയുന്നത്. കാളക്കുട്ടിയെ ഉണ്ടാക്കി കൊടുത്തതായ അഹരോൻ പറയുന്നു, ജനത്തെ കെട്ടഴിച്ച് വിട്ടതായ അഹരോനും എന്ത് ചെയ്തു? ഈ ശബ്ദത്തിന്റെ മുൻപിൽ കയറി നിന്നു. സ്തോത്രം. നിങ്ങൾ ആ ഭാഗം വായിച്ചു കഴിഞ്ഞ ഹല്ലേലൂയ. അഹരോൻ പറയുന്നുണ്ട്, ജനം എന്നോട് മുന്നിൽ നടക്കാൻ ഒരു ദൈവം വേണമെന്ന് പറഞ്ഞു, പൊന്നു കൊണ്ടുവരാൻ പറഞ്ഞു. അവർ കൊണ്ടുവന്നു. ഞാൻ തീയിലിട്ടു, കാളക്കുട്ടി പുറത്തു വന്നു. ഞാൻ തീയിലിട്ട് കഴിഞ്ഞപ്പോ കാളക്കുട്ടി പുറത്തു വന്നു. അത് അഹരോൻ പറയുന്നേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ അവസരം കിട്ടിയപ്പോൾ ഈ പുള്ളി എന്ത് ചെയ്തു? ഇന്ന് രാത്രിയിൽ ഒരു കാര്യം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിന്റെ പാപം എത്ര കടും ചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുവാൻ മതിയായ ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. അവസരം ഏത് മഹാപാപിക്കും ലഭിക്കും. എന്നാൽ അതിന്റെ മുൻപിൽ കയറി നിൽക്കുവാൻ, വിട്ടുകളയേണ്ടതിനെ വിട്ടുകളഞ്ഞ
അടുത്തു വരേണ്ടവന്റെ അടുക്കലേക്ക് അടുത്തു വരുവാൻ നീ തയ്യാറായ, ഹല്ലേലൂയ, നിന്നെ കരങ്ങളിൽ വഹിക്കുന്ന, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഉടമസ്ഥനുണ്ടെന്ന്. സ്തോത്രം. വിധിയെടുത്ത് നടത്തട്ടെ, അന്ധകാര ശക്തി പറയട്ടെ നീ തകർന്നെന്ന്. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവ പൈതലേ, നീ തകരില്ല. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ എത്ര വലുതാണെന്ന് ഈ തിരുവചന ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഹല്ലേലൂയ. വേദനയോടുകൂടെ മലമുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യം അനുഭവിച്ചു കൊണ്ടിരുന്ന മോശയോട് ദൈവം പറഞ്ഞു, നീ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന ജനം വട്ടായി പോയിക്കൊണ്ടിരിക്കുക, നീ ഇറങ്ങിച്ചെല്ലാൻ പറഞ്ഞു. യോശുവയും മോശയും കൂടെ ഇറങ്ങി വരുമ്പോൾ ഹല്ലേലൂയ ആരവാരം കേട്ടിട്ട് യോശുവ പറഞ്ഞു, ഇത് ജയഘോഷത്തിന്റെ ആരവാരമാ. മോശ പറഞ്ഞു, അത് ജയഘോഷത്തിന്റെ ആരവാരമല്ല, അത് പരാജയത്തിന്റെ ആരവാരമാ. ഹല്ലേലൂയ. താഴ്വാരത്ത് വന്നു കഴിഞ്ഞപ്പോൾ അവസ്ഥകൾ കണ്ടപ്പോൾ അവൻ ഹല്ലേലൂയ ദൈവം കൈകൊണ്ട് എഴുതി കൊടുത്തതായ കൽപ്പലകൾ ഇറങ്ങി ഓടിച്ച് ഹല്ലേലൂയ തല്ലിപ്പൊട്ടിച്ച് ഹല്ലേലൂയ കാളക്കുട്ടിയെ ഹല്ലേലൂയ എങ്ങനെ അവൻ അതിനെ അരിച്ചു പൊടിച്ചെന്ന് എനിക്കറിയാൻ വയ്യ. ഹല്ലേലൂയ വെള്ളത്തിൽ കലക്കി ജനത്തിന് കുടിപ്പാൻ കൊടുത്തു. ഹല്ലേലൂയ. എന്നിട്ടാണ് പറഞ്ഞത്, യഹോവയുടെ പക്ഷത്തുള്ളവർ മാറി നിൽക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ശാപത്തെ അനുഗ്രഹമാക്കി തീർത്ത ഒരു ദൈവത്തിന്റെ പ്രവൃത്തി നാളുകളായി നിന്റെ നേരെ വാതുകെട്ട് നീ മുൻപോട്ട് പോകില്ലെന്ന്, നീ തകർന്നു പോകുമെന്ന് വിധിയെടുത്ത് നടത്തി അന്ധകാര ശക്തി നിനക്കെതിരെ വാടകോരിയെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവാത്മാവി വിളിച്ചു പറയുകയാ, വിട്ടുകളയേണ്ടതിന്, ഉപേക്ഷിക്കേണ്ടതിന് ഉപേക്ഷിച്ചുകൊണ്ട് ദൈവ സന്നിധിയോട് അടുത്തു വരുവാൻ നീ തയ്യാറാകുന്നുവെങ്കിൽ അവസ്ഥകളെ മാറ്റുവാൻ, ഹല്ലേലൂയ സാഹചര്യത്തെ മാറ്റുവാൻ കഴിവുള്ള ഒരുവൻ ഇന്ന് രാത്രിയിൽ നമ്മുടെ അടുക്കൽ ഉണ്ട്. ഹല്ലേലൂയ. ദൈവം അനുകൂലകനായാൽ പിന്നെ പ്രതികൂലമൊന്ന് ഇല്ല ഇല്ല ഇല്ല. പ്രൈസ് ദി ലോർഡ്. അത് വചനം പറയുന്ന എബ്രായ ലേഖന കർത്താവ് പറയുന്ന ധൈര്യത്തോടെ പറയാനാ. ആമേൻ. സ്തോത്ര. നിനക്ക് അനുകൂലകനായ ഒരു ദൈവമുള്ളത് കൊണ്ടാണ് നാം ഇന്ന് ഈ ഭവനത്തിന്റെ തണലിലായിരിക്കുന്നത്. എത്രയോ സന്ദർഭങ്ങളിൽ നമ്മെ മുടിച്ചു കളയുവാൻ അവൻ പദ്ധതി ഒരുക്കി. എത്രയോ സാഹചര്യങ്ങളിൽ ഏതെല്ലാം വിധത്തിൽ നമ്മുടെ മിടുക്ക് കൊണ്ടാണോ നമ്മളായിരിക്കുന്നത്, അല്ലെന്ന് ദൈവത്തിന്റെ കൃപയാ നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത്. ദൈവത്തിന്റെ ദയാണെന്ന് നിന്നെ മുടിച്ചു കളയുവാൻ ശത്രു പദ്ധതിയിട്ടതാ, ശത്രു കെണിയൊരുക്കിയതാ. ആ കെണിക്കകത്ത് വീണു പോകാതെ നിന്നെ സംരക്ഷിച്ചത് ദൈവത്തിന്റെ കൃപയാ. ഹല്ലേലൂയ. തിരുത്തി കുറിച്ചതായ ഒരു ദൈവിക പ്രവൃത്തിയാണ് ഈ തിരുവചന ഭാഗത്ത് നമ്മൾ കാണുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ദൈവാത്മാവിൽ ചില യാഥാർത്ഥ്യങ്ങൾ നിങ്ങളോട് പങ്കിടുകയാ. ദൈവവേദലേ, അവരെ നമ്മൾ ഭയപ്പെടരുത്. സ്തോത്രം. എന്തുകൊണ്ട് ഭയപ്പെടരുത്? ഹല്ലേലൂയ. വചനം പറയുന്നു, അവരുടെ ശരണം പോയിരിക്കുകയാ. ഹല്ലേലൂയ. ഒരു ദൈവ പൈതൽ സ്തോത്രം പറയുമ്പോൾ, ഒരു ദൈവ പൈതൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ ശത്രുപാളയത്തിൽ കിടുകിട് വിറവ് നടക്കുകയാ. ശത്രുപാളയം ഭയപ്പെട്ട് വിറയ്ക്കുകയാ. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ നടക്കുന്നത് നേരെ തിരിച്ചാ. അവൻ പേടിച്ചാണ് വിറയ്ക്കുന്നത്,
ആ വിറ കാണുമ്പോൾ നമ്മൾ വിറയ്ക്കുക. അവന്റെ വിര കാണുമ്പം അവൻ പേടിച്ചിട്ട് വിറയ്ക്കുന്നേ. സ്തോത്രം. കാരണം ആ ദൈവ സാന്നിധ്യത്തെ അവൻ കണ്ടിട്ടാണ് അവൻ വിറയ്ക്കുന്നത്. പക്ഷെ അത് തിരിച്ചറിയാതെ നമ്മൾ എന്ത് ചെയ്യുക? കഷ്ടം. തീയായി ഇളകിക്കഴിഞ്ഞാല് ആത്മമണ്ഡലത്തിൽ ശരിക്കൊന്നും കയറി ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തയ്യാറായാൽ, നിന്നിൽ പകർന്നിരിക്കുന്ന അധികാരത്തെ നീ ഉപയോഗിക്കുവാൻ തയ്യാറായാൽ യഥാർത്ഥമായിട്ടുള്ള ചിത്രം കാണാൻ കഴിയും. ഈ പരിശുദ്ധ ആത്മാവിന് നമ്മിൽ പകർന്നിരിക്കുന്നത് ഈ രണ്ട് അന്യഭാഷ പറയാൻ വേണ്ടി മാത്രമുള്ള ഉപകരണമല്ല. അതാദ്യം തിരിച്ചറിയണം. പരിശുദ്ധ ആത്മാവ് നമ്മിലുണ്ടെങ്കിൽ നാം അറിയാത്ത, പകരം ഓർപ്പിച്ചല്ലോ, ഈ അത്യന്തമേറിയ ശക്തി. അപ്പൊ അതിനെ കഴിയുന്ന വേറെ ഏതെങ്കിലും ശക്തി ഉണ്ടോ? പിന്നെന്തിനെ പേടിക്കുന്നേ? പിന്നെന്തിനാ ഭയപ്പെടുന്നേ? ആരെങ്കിലും ഒരാൾ രണ്ട് കാര്യം പറയുമ്പോഴത്തേക്ക് നമ്മൾ കൂട്ടി കയറുന്നതിനെതിരാ. സ്തോത്രം. ശക്തി കൊണ്ട് ശരിയാ, പക്ഷെ നമ്മളിപ്പോ എവിടെയാ? കൂട്ടില. ധൈര്യം കൊണ്ടല്ല, പേടിച്ചിട്ടാ. നമ്മൾ പറയുന്നത് എന്താണ്? അത്യന്തമേറിയ ശക്തി. ദൈവവേദിലെ ദൈവത്തിൽ ആശ്രയിക്കാൻ നമ്മൾ തയ്യാറായാൽ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയും. ഇതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അവിടെ നമ്മൾ അല്പം എന്ത് ചെയ്യണം? വില കൊടുക്കണം. ഈസി ആയിട്ടൊന്നും കിട്ടില്ല. പക്ഷെ ഡോക്ടർ എടുത്ത് കൊണ്ടുപോയി നമ്മൾ പൈസ കൊടുക്കും, പക്ഷെ ദൈവസേനയിൽ വില കൊടുക്കില്ല. ദൈവസേനയിൽ അസന്ന പറഞ്ഞു പ്രാർത്ഥിക്കാൻ എത്ര പേർ? സ്തോത്രം. ധൈര്യത്തോടെ വചനം പറയുന്നത് ഏത് സമയത്തും കൃപാസനത്തോടടുത്തിയല്ല. എങ്ങനെ? ധൈര്യത്തോടെ. അതിന് ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമുണ്ട്, തത്സമയം. എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ആരും കാണില്ലെന്നേ, സഹായിപ്പാൻ ഒരു മനുഷ്യനും കാണില്ല, ആശ്രയിപ്പാൻ ദൈവമല്ലാതെ മറ്റൊരിടം കാണില്ല. ആ സമയത്ത് അവിടെയാണ് ഹല്ലേലൂയ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ചില പദങ്ങളുടെ പ്രാധാന്യത. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. ഓരോ പുത്രന്മാ പറയുക, അതുകൊണ്ട് എന്ത് ചെയ്യട്ടെ? ഭൂമി മാറിപ്പോകട്ടെ, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യം വീഴട്ടെ, അതില് വെള്ളം ഇരച്ചു കലങ്ങട്ടെ, എന്ത് ചെയ്യില്ല? സ്തോത്രം. അറിയാൻ എളുപ്പമാ. ഒന്ന് കുലുങ്ങിയാ മതി. വാസ് പറഞ്ഞല്ലോ, ഒന്ന് കുലുങ്ങി കഴിഞ്ഞു വാസ് പ്രാർത്ഥിക്കണം. സ്തോത്രം. ഉദാഹരണമായിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നതെങ്കിലും ഇത് ചില സമയങ്ങളിൽ, ചില സന്ദർഭങ്ങളിൽ ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. സ്തോത്രം. ദൈവസന്നിധിയിൽ നമ്മൾ ഉച്ചത്തിൽ, ഈ ദിവസങ്ങളിൽ ശബ്ദം ചോദില്ല, അതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഈ സൈഡിലത്തെ ചെവിയൊന്നും അടഞ്ഞു പോകും ചില സമയത്ത്. അടഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പണ്ടാരാണ്ട് പറഞ്ഞ പോലെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കുക. അതിപ്പോ ഇന്ന് കുറച്ച് തുറന്നിട്ടുണ്ട്. അത് കാരണം കൊണ്ടാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. അതാ ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് മൂക്ക് പിടിക്കുന്നത്, പിടിച്ച് തുറക്കാൻ വേണ്ടിയാ മൂക്ക് പിടിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ദൈവം ഇതിലെ ആ ദൈവത്തിൽ ആശ്രയിപ്പാൻ നാം തയ്യാറാകണം. അത്ഭുതങ്ങൾ കണ്ടവരാണ് ഇസ്രായേൽ ജനം. പക്ഷേ സാഹചര്യത്തെ കുറിച്ച് കേട്ടപ്പോൾ അവർ ഭയപ്പെടുവാൻ തുടങ്ങി. ദൈവം നമ്മെ അവരുടെ കയ്യിലേൽപ്പിച്ച് നമ്മെ ഇല്ലാതെയാക്കുവാനാണ് കൊണ്ടുപോകുന്നതെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഫറവോനും സൈന്യം വന്ന സമയത്ത് ആ കൂട്ടിലങ്ങ് ഇട്ട് കൊടുക്കാൻ മതിയായിരുന്നല്ലോ. മുന്നോട്ട് പോകാനും പറ്റില്ല, പുറകോട്ട് പോകാനും പറ്റില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ്
ഫറവോനും സൈന്യവും അവരുടെ അടുക്കലേക്ക് വന്നത്. അവിടെ വെച്ചാണ് ഇവർ പറയാതെ തന്നെ അഗ്നിസ്തംഭം ഒരു സൈഡിൽ വെളിച്ചമായും മറു സൈഡിൽ ഇരുട്ടുമായി നിലകൊണ്ടത്. മറുകര കടന്ന് തീരും വരെ വചനം പറയുന്നത് ഉണങ്ങിയ നിലത്തുകൂടെ അവർ മറുകര കടന്നു. ഹല്ലേലൂയ. അതേ വഴിയിലൂടെ അഗ്നിസ്തംഭം മാറിക്കഴിഞ്ഞപ്പോൾ മിടുക്കന്മാർ ഓടാൻ തുടങ്ങി. ഓടിച്ചാടി എന്ത് ചെയ്തു? ഉണങ്ങിയ നിലത്തുകൂടെ അല്പം നടന്നു. ഞാൻ ചിന്തിക്കുന്നത് തമ്പുരാൻ മധ്യഭാഗം എത്തുന്നിടം വരെ നോക്കി നിന്നു. നീ വാടാ, നിനക്കിട്ട് തരാം. തിരുവചനം പറയുന്നത് അവരുടെ യാത്ര ദുർഘടമാകുവാൻ തുടങ്ങി. അത് ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? പെട്ടെന്ന് അതിന്റെ അവസ്ഥ അങ്ങ് എന്ത് ചെയ്തു? മാറി, ചതുപ്പായി മാറി. പോകാൻ കഴിയാത്ത സന്ദർഭം വന്നപ്പോൾ പറവൻ പറഞ്ഞു, തിരിഞ്ഞോ, യഹോവ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയാണ്. ഉടനെ കർത്താവ് പറഞ്ഞു, മോശേ വടി കിട്ടാന്ന് പറഞ്ഞു. അടപ്പടയുന്നത് പോലെ വെള്ളം എന്ത് ചെയ്തു? 4 സൈഡിൽ നിന്നും വന്ന് ഹല്ലേലൂയ ഫറവോന്റെയും സൈന്യത്തിന്റെയും മുൻപിൽ ഹല്ലേലൂയ മുകളിൽ വീഴുവാൻ തുടങ്ങി. ആ സമയത്ത് മിറിയാം ചേച്ചി അമ്മച്ചി തപ്പെടുത്തു, കൊട്ടാൻ തുടങ്ങി. കൂടെ ചാടാനും കുറെ പേരുണ്ടായിരുന്നു. സ്വോത്രം. സന്തോഷം കൊണ്ട് അവർ പാടിയത്. 3 ദിവസം കഴിഞ്ഞപ്പോ അതേ കൂട്ടർ പേർക്കുകയും ചെയ്തു. 3 ദിവസം ഉണ്ടായുള്ളൂ. മോശ പർവ്വതത്തിൽ എത്ര ദിവസം ഇരുന്നേ? 40 ദിവസം. 40 ദിവസം ആകുമ്പോഴത്തേക്ക് ഇവിടെ എന്തുണ്ടായി? കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധന ആരംഭിച്ചു. സ്വോത്രം. ഉഗ്ര ആരാധനയാ. ചാട്ടം, തുള്ളലും, ഓട്ടവും, ചാട്ടവും, ബഹളവും. ഇന്ന് അതുപോലെ ഒരുപാട് ആരാധനകൾ നടക്കുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും കടന്നു പോകുന്നില്ല. ദൈവാത്മാവിൽ ചില സത്യങ്ങൾ ഇന്ന് രാത്രിയിൽ വിളിച്ചു പറയുകയാ. ദൈവം ഇതിലെ നിന്നെ വിളിച്ചത് നിന്റെ യോഗ്യത കൊണ്ടല്ല. ദൈവത്തിന് നമ്മോട് കരുണ തോന്നി. ഇവിടെ ഇസ്രായേൽ ജനത്തോട് പറയുന്ന ഭാഷയിൽ ദൈവത്തിന് നമ്മോട് പ്രസാദം തോന്നി. ഹല്ലേലൂയ. പ്രസാദം തോന്നിയെങ്കിൽ ഈ മരുഭൂമി യാത്രയിൽ നീ തകരില്ല. എത്ര പേർക്ക് ഇന്ന് രാത്രിയിൽ ഉറപ്പുണ്ട്? ഒരു പ്രതികൂലത്തിനും എന്നെ തകർക്കുവാൻ കഴിയില്ല. ഒരു സാഹചര്യത്തിനും എന്നെ പുറകോട്ട് വലിക്കുവാൻ കഴിയില്ല. കാരണം ഒരു ഉടമസ്ഥൻ എനിക്കുണ്ടെന്ന്. ഹല്ലേലൂയ. അവൻ എന്നെ നടത്തുവാൻ, അവൻ എന്നെ പരിപാലിക്കുവാൻ, അവൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ മതിയായവനാണ്. ഈ ഇസ്രായേൽ ജനത്തെ കുറിച്ച് ശരിക്കൊന്ന് പഠിച്ചാൽ, അവരൊന്ന് മുകളിലേക്ക് നോക്കിയാൽ മേഘസ്തംഭത്തെ കാണും. അവർ അവരിലേക്കൊന്ന് നോക്കിയാൽ ജീർണിച്ചു പോകാത്ത വസ്ത്രം കാണും. അവരുടെ പാദത്തിലേക്കൊന്ന് നോക്കിയാൽ തേഞ്ഞു പോകാത്ത, അവരുടെ വലുപ്പമനുസരിച്ച് വലുതായി കൊണ്ടിരിക്കുന്ന ചെരിപ്പ് കാണും. എന്നിട്ടും ദൈവത്തോട് എന്ത് ചെയ്തു? സ്തോത്രം. തമ്പുരാൻ ഒന്നിലധികം പ്രാവശ്യം പറഞ്ഞു, മോശ നീ എന്നെ ഒന്ന് വിട്, ഞാൻ ഇതുങ്ങളെ ഇത് ചെയ്യാം, ഇപ്പൊ തന്നെ തീർക്കാം. മോശ ഇടുവി കയറി കിടന്ന് പറഞ്ഞു, നീ അങ്ങനെ ചെയ്താൽ കഴിവില്ലാത്തത് കൊണ്ട് അവരെ കൊന്നു കളഞ്ഞുവെന്ന് നിന്നെ കുറിച്ച് കേട്ടിട്ടുള്ള ജാതികൾ പറയും. അങ്ങനെ അരുത് എന്ന് ഇടിവിൽ കിടന്ന് പറയുന്ന മോശയെ കാണുവാൻ കഴിയും. ആ രൂപത്തിൽ അവനെ ആക്കി തീർത്തത് ഹല്ലേലൂയ 40 വർഷം അമ്മായിയപ്പന്റെ ആടുകളെ മേയിച്ചത് അവൻ ആ രൂപത്തിലായത്. ഫറവോന്റെ അവിടുന്ന് ഇറങ്ങിയ സമയത്ത് ഇസ്രായേൽ ജനത്തെ കൊടുത്തിരുന്നുവെങ്കിൽ ഓരോ കൊട്ടിന് ഓരോന്നിനെ കൊന്ന് മണലിൽ പൂത്തിയനെ. സ്തോത്രം. അവനെ പഠിപ്പിച്ച പഠിപ്പ് അവൻ സൗമ്യതയുള്ളവനായി മാറി. അപ്പൊ നമ്മെയും ദൈവം ചിലത് പഠിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാ? ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാണ്, എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് ചേർന്ന് പഠിപ്പിന്. അപ്പൊ സൗമ്യത പഠിപ്പിക്കുവാനാ ചില വഴിയിലൂടെ നമ്മെ നടത്തുന്നത്.
സ്തോത്രം. അപ്പൊ പഠിക്കേണ്ടത് ആവശ്യമാണ്. ആമേൻ. സ്തോത്രം. പഠിച്ചേ പറ്റൂ, എങ്കിലേ അങ്ങ് എത്തുള്ളൂ. ഞാൻ ഇന്നലെ ഒരു ദൈവദാസനോട് പറഞ്ഞു, വേദപുസ്തകം പറയുന്ന, റോമാലേഖനത്തിൽ പറയുന്ന ഒരു തിരുവചന ഭാഗമാണ്, ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അപ്പൊ പിന്നെ ക്രിസ്തുവിന്റെ ആത്മാവുണ്ടെങ്കിൽ മറ്റൊരുത്തിനിട്ട് കുത്താൻ പറ്റുമോ? പാസ്റ്റർക്കിട്ട് പാര പണിയാൻ പറ്റുമോ? വിശ്വാസികൾക്ക് പണി നടത്താൻ പറ്റുമോ? അപ്പൊ പിന്നെ ഇത് ഏതാത്മാവാ? സ്തോത്രം. അപ്പൊ എന്നോട് ആ ദൈവദാസൻ പറഞ്ഞു, എന്നാലും ഞാൻ പറഞ്ഞു, എന്നാലും ഇല്ല, വേദപുസ്തകത്തിൽ ഇതേ ഉള്ളൂ. സ്തോത്രം. വേദപുസ്തകത്തിൽ എന്തേ ഉള്ളൂ? വളരെ കൃത്യതയോടുകൂടെയാണ് തിരുവചനം പറയുന്നത്. അവിടെ വേറൊരു പദം കൂടെ പറയുന്നുണ്ട്, ദൈവാത്മാവ് നടത്തുന്ന ഏവനും ദൈവത്തിന്റെ മക്കളാണ്. അപ്പൊ മക്കളാരാ? ഇല്ലാത്തതോ? അപ്പൊ ഇതിനകത്ത് എത്ര മക്കളല്ലാത്തതുണ്ടെന്നുള്ള എന്താണ് കൂട്ടിയാൽ മതി. എന്നോട് വഴക്കുണ്ടാക്കണ്ട, ഞാൻ വേദത്തിലുള്ള കാര്യം പറഞ്ഞതാ. അതുകൊണ്ടാ ദൈവാത്മാവ് നമ്മുടെ കൂട്ടു സഹോദരനോട് പറഞ്ഞത് ഫോൺ കോൾ ശ്രദ്ധിക്കണോന്ന്. പണി കിട്ടാതിരിക്കാനാ മുന്നറിയിപ്പ് തന്നേക്കുന്നേ. കാരണം നമ്മളെ മുന്നിൽ നിർത്തി പണികൾ നടത്താൻ ആളുകൾ മിടുക്കന്മാരാ. നടത്തി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? നടത്തിയവരൊക്കെ മാറി അങ്ങ് നിൽക്കും. ആരേ ഉള്ളൂ? പറഞ്ഞ ആള് മാത്രമേ ഉള്ളൂ. മുഴുവൻ ചുവടും ആരുടെ തലയില്? മുന്നിൽ നിന്ന ആളുടെ തലയില്. പുറകിൽ നിന്ന് പിരിവെച്ചവര്, ടൈറ്റ് ആക്കിയവരൊക്കെ മാറി നിൽക്കും. ഇപ്പം ചിലർക്ക് ഇങ്ങനൊരു സ്വഭാവമുണ്ട്, ഇങ്ങനെ ടൈറ്റ് ആക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ടൈറ്റ് ആക്കി കഴിയുമ്പോ അവിടെ എന്ത് ചെയ്യും? ടമ്പറായിക്കൊണ്ടിരിക്കും. ഒരു ചാട്ടങ്ങ് ചാടും. ചാടിക്കഴിഞ്ഞ് താഴെ വീഴും. താഴെ വീണ് കഴിയുമ്പോൾ വേറെ ആരും ഉണ്ടാകില്ല. സ്തോത്രം. ഹല്ലേലൂയ. വളരെ ശ്രദ്ധയോടുകൂടെ മുൻപോട്ട് പോകേണ്ടതായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സ്തോത്രം. അധംപതിക്കപ്പെട്ടതായ ഒരു സമൂഹമായി മാറി വിശ്വാസഗോളം. ഹല്ലേലൂയ. ഒരു കാലത്ത് ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്നവരെ കാണുമ്പോൾ ലോകത്തിന് ഭയമായിരുന്നു. ഹല്ലേലൂയ. ലോകം പറയുമായിരുന്നു, അവർ പ്രാർത്ഥിക്കുന്നവരാണ്, അവരോട് കളിക്കരുത്. സ്തോത്രം. ഇന്ന് അങ്ങനെ പറയുന്നില്ല, നേരെ തിരിച്ച് എല്ലാവരും നമ്മുടെ കൂട്ടുകാരാ. സ്തോത്രം. എല്ലാവരും നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഓ, കുഴപ്പമില്ലെന്നാ പറയുന്നേ. കുഴപ്പമൊന്നും ഇല്ലെന്നേ, അങ്ങ് എത്തില്ലെന്നേ ഉള്ളൂ. വചനം വളരെ കൃത്യതയോടുകൂടെ പറയുകയാ. ഹല്ലേലൂയ. തിരുവചനം പറയുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. മോശ ഇടവിൽ നിന്നു ദൈവം അവരോട് ക്ഷമാപണം നടത്തി. എന്നാൽ 40 വർഷം അവർ ഹല്ലേലൂയ മരുഭൂമിയിൽ സഞ്ചരിച്ചപ്പോൾ പിറുപിറുത്ത സകലത്തിലെയും മരുഭൂമിയിൽ ഹല്ലേലൂയ എന്റെ ദൈവം ഹല്ലേലൂയ ഒടുക്കി കളഞ്ഞു എന്നാണ് വചനം പറയുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നിത്യത എന്ന രാജ്യത്തെത്തണമെങ്കിൽ ഹല്ലേലൂയ ദൈവവചനം പറഞ്ഞിട്ടുള്ള വ്യവസ്ഥയ്ക്കനുസരിച്ച് ക്രിസ്തീയ ജീവിതം ചിട്ടപ്പെടുത്തിയേ മതിയാകൂ. അതൊരു ദിവസം കൊണ്ട് നടക്കുന്നതല്ല. മോശയെ പണിയാൻ എത്ര വർഷം എടുത്തു? 40 വർഷം. അപ്പൊ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ ദൈവം തന്നിരിക്കുന്ന ആയുസ്സാണ് നമുക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന പണിയുടെ കാലഘട്ടം. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു ചിന്തയാണ്, എസ്തേറിന്റെ പുസ്തകത്തിൽ എസ്തേറിനെ രാജാവിന്റെ അടുക്കലേക്ക്, രാജസന്നിധിയിലേക്ക് കൊണ്ടെത്തിക്കുവാൻ, അവളെ ഒരുക്കുവാൻ എടുത്ത സമയം എത്രയാ? 2 വർഷമാണ് അവളുടെ ശുദ്ധീകരണ കാലം ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു രാജാവിന്റെ മുൻപിൽ ഒരു വ്യക്തിക്കെത്തുവാൻ 2 വർഷം ശുദ്ധീകരണ ഹല്ലേലൂയ പ്രക്രിയയിലൂടെ കടന്നുപോയെങ്കിൽ നിത്യരാജാവായ നിത്യദൈവത്തിന്റെ അടുക്കലേക്ക്
നാം എത്തിച്ചേരണമെങ്കിൽ നാം എപ്രകാരം മുൻപോട്ട് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ വിധേയപ്പെടേണ്ടി വരും. അത് മാത്രമല്ല, അവളെ ഏൽപ്പിച്ചിരുന്ന ആ വ്യക്തിത്വം പറയുന്നതല്ലാതെ മറ്റൊന്നും എസ്തേർ എന്ത് ചെയ്തില്ല, ചോദിച്ചില്ല, മേടിച്ചില്ല. കാണുന്നതൊക്കെ വേണമെന്ന് അവൾ പറഞ്ഞില്ല. ആ വ്യക്തിക്കറിയാം രാജാവിന്റെ ആഗ്രഹം എന്താണെന്ന്. പരിശുദ്ധ ആത്മാവിനറിയാം ദൈവം എന്താണ് ആഗ്രഹിക്കുന്നതെന്ന്. സ്തോത്രം. കണ്ടെത്തിയോ? 2 വർഷം. ദൈവമൈതലേ, നമ്മൾ ഒരുങ്ങേണ്ടതുപോലെ ഒരുങ്ങേണ്ട സമയമാണ് നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ആയുസ്. ഈ വചന കേൾവി എന്തിനു വേണ്ടിയാ? നമ്മുടെ ജീവിതത്തിൽ ചില രൂപാന്തരം വരുവാൻ വേണ്ടിയാ. സ്തോത്രം. 21 ദിവസം മുടക്കമില്ലാതെ ദൈവവചനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. ഈ ദൈവവചനം കേൾക്കുമ്പോൾ ഈ പ്രസംഗിക്കുന്ന എന്നോടും ദൈവാത്മാവ് ഇടപെടും, കേൾക്കുന്ന നിങ്ങളോടും ഇടപെടും. ആമേൻ. ഹല്ലേലൂയ. ഇതുണ്ടെന്നേ, അങ്ങനെയാ ദൈവത്തിന്റെ പ്രവൃത്തി. ഹല്ലേലൂയ. കോട്ടയത്ത് ഒരു ദിവസം പ്രസംഗിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ദൈവാത്മാവ് എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഈ പ്രസംഗിക്കുന്ന വചനം നിനക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഒരു പ്രത്യേക വിഷയത്തിന്റെ മുൻപിലാ. നമുക്ക് വിശ്വാസം ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാൻ പറ്റും മാസ്റ്ററെ? പ്രസംഗിക്കാൻ പറ്റില്ലേ? സഹോദരം ദാസു പതുക്കെ പറയുന്നേ. എന്നാൽ പ്രസംഗിക്കാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. എന്നാൽ തിരിച്ച് പരിശുദ്ധ ആത്മാവ് നമ്മോട് ചോദിക്കുമ്പോൾ ഈ വചനത്തിൽ നിനക്ക് ആശ്രയിക്കുവാൻ കഴിയുമോ? നിനക്ക് വിശ്വസിക്കുവാൻ കഴിയുമോ? ഹല്ലേലൂയ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന്റെ മുൻപിൽ മറുപടി കൊടുക്കുവാൻ ഹല്ലേലൂയ ഒരു വ്യക്തിക്ക് ഉത്തരവാദിത്തമുണ്ട്. അത് കൊടുക്കുമ്പോഴാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ കയറുന്നത്. മൗനമായി വേണമെങ്കിൽ ഇരിക്കാം, കുഴപ്പമൊന്നുമില്ല. അമരം തല്ലിക്കൊല്ലൊന്നുമില്ല. സ്തോത്രം. എന്നാൽ ആ ചോദ്യത്തിന്റെ മുൻപിൽ പ്രതികരിക്കുവാൻ തുടങ്ങുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, എളിയവൻ ഇന്ന് മരുന്ന് കഴിക്കാതെ നിൽക്കുന്നല്ലോ വേദനയുടെ മുൻപിൽ. ഇതിനൊരു സന്ദർഭമുണ്ടായിരുന്നു, ഒരു ചോദ്യ സന്ദർഭമുണ്ടായിരുന്നു. അന്നൊരു പൊട്ടനെ പോലെ ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുൻപിൽ നിൽക്കാൻ കഴിയുന്നത്. സ്തോത്ര. അന്ന് പലരും പലതും പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പോഴും പറയുന്നുണ്ട്, നേരെ പറയുന്നില്ലെന്നേ ഉള്ളൂ, പുറകിൽ കൂടെ പറയുന്നുണ്ട്. എന്നാൽ എനിക്കൊന്നറിയാം, ഞാൻ ആരെ വിശ്വസിച്ചു. ഹല്ലേലൂയ. ആ ദിവസം വരെ ഇവനെ സൂക്ഷിപ്പാൻ അവൻ മതിയായവനാ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തി വിശ്വാസത്തോടെ എന്ത് ചെയ്യണം? വീര്യം കൂട്ടണം. ഇത് ഇച്ചിരി ബുദ്ധിമുട്ടാ. അത് മരണവെപ്രാളം എടുത്തിട്ടാണ് തല്ലിയത്. ആ തല്ലിയിൽ ആര് ജയിച്ചു? ദിവസം ജയിച്ചു. വെപ്രാളം കൊണ്ടാ തല്ലിയത്. സ്തോത്രം. അപ്പോൾ വിശ്വാസം എന്ന് പറയുമ്പോൾ അതിനെന്തുണ്ടാകണം? അതിന് ഒരു പ്രവൃത്തി പദമുണ്ട്. ആ പ്രവൃത്തി പദം നമ്മിലുണ്ടെങ്കിൽ, വ്യക്തമായി നാം ആശ്രയിക്കുവാൻ തയ്യാറെങ്കിൽ, ദൈവത്തിന്റെ പ്രവൃത്തി എന്ത് ചെയ്യും? വെളിപ്പെടും. ദൈവം സഹായിച്ച് ഇന്ന് വരെ 2003 ഇത് സംഭവിച്ചത്. ഇപ്പോൾ 2025 അവസാനിക്കാറായി. ഏകദേശം 22 വർഷം കഴിഞ്ഞു. ഇതുവരെയും ഒരു ദോഷം സംഭവിച്ചിട്ടില്ല. ആമേൻ. ഹല്ലേലൂയ. ശ്വാസം വിടുവാൻ കഴിയാതെ നിന്ന സന്ദർഭം, സ്റ്റെപ്പുകൾ എങ്ങനെ കയറുമെന്ന് ചിന്ത വന്ന സന്ദർഭം. ആമേൻ. എന്നാൽ ദൈവത്തിന്റെ കൃപ കൊണ്ട് ആ സാഹചര്യങ്ങളിലെല്ലാം അതിജീവിപ്പാൻ ദൈവം സഹായിച്ചു. എത്രയോ സന്ദർഭങ്ങളിൽ ദൈവമേ എന്നുള്ള
ആ വിളിയുടെ മുൻപിൽ ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, ദൈവിക സാന്നിധ്യം അനുഭവിപ്പാൻ കഴിയണമെങ്കിൽ ഒരു വേദനയുടെ വഴിയിലൂടെ നീ കടന്നു പോകണം. ഒരു പ്രതികൂലത്തിന്റെ സാഹചര്യത്തിലൂടെ കടന്നു പോകണം. അവിടെയാണ് യഥാർത്ഥമായ ഹല്ലേലൂയ ആശ്രയം എന്തെന്ന്, ദൈവിക സാന്നിധ്യം എന്തെന്ന്, ദൈവിക പ്രവൃത്തി എന്തെന്ന് അനുഭവിച്ചറിയുവാൻ കഴിയത്തക്ക നിലവാരത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്ന ഇടം. നമ്മൾ വായിച്ച കുറിവാക്യത്തിൽ അവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിന്റെ 10-ാം വാക്യം ഒന്ന് വായിച്ച്. അപ്പോൾ ഇത്രയൊക്കെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പം സ്വോത്രം പറയുകയല്ല ചെയ്തത്, എന്നവനെ എന്ത് ചെയ്യാം, തീർത്തങ്ങ് കളഞ്ഞേക്കാം. അപ്പൊ ദൈവത്തിൽ ആശ്രയിച്ച രണ്ടുപേരെ ദൈവം കൈവിട്ടോ? താഴത്തെ വചനം ഒന്ന് വായിച്ചേ. അപ്പോൾ ഒരു പ്രതികൂല സാഹചര്യത്തിന്റെ മുൻപിൽ സഭ ഒന്നാകെ, ഇസ്രായേൽ ജനം ഒന്നാകെ ഈ രണ്ടുപേരെ കല്ലെറിയുവാൻ പദ്ധതിയിട്ടപ്പോൾ ഹല്ലേലൂയ എന്ന് പറഞ്ഞ മാത്രമേ ദൈവ സാന്നിധ്യോ സമാഗമന കൂടാരത്തിൽ ഇറങ്ങി വരുവാനിടയായി. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, നീ ദൈവത്തിൽ ആശ്രയിക്കുന്ന സന്ദർഭത്തിൽ സകലരും നിനക്ക് പ്രതികൂലമായാലോ, സകലരും നിനക്ക് എതിരായാലോ, നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യം ഉണ്ടെന്ന് ഇന്ന് രാത്രിയിൽ മറക്കരുത്. സ്തോത്രം. പത്രോസിനെ തടവിൽ പാർപ്പിച്ചിരിക്കുക. അവന്റെ കൂടെയുണ്ട് പടയാളികൾ, പുറത്ത് കാവലുണ്ട് പടയാളികൾ. 1-ാം കാവൽ, 2-ാം കാവൽ, 3-ാം കാവൽ. പക്ഷെ അറയ്ക്കകത്ത് ദൈവസാന്നിധ്യം ഇറങ്ങാൻ ഇവര് തടസ്സമായിരുന്നോ? സ്തോത്രം. അറയ്ക്കകത്ത് ഞാനത് പലപ്പോഴും ചിന്തിച്ചിട്ട് എനിക്ക് പിടുത്തം കിട്ടിയിട്ടില്ല കേട്ടോ, എന്നോട് ചോദിച്ചേക്കരുത്. ചങ്ങല എന്ത് ചെയ്തു? അഴിഞ്ഞു വീണു. അഴിഞ്ഞു വീണ് കഴിഞ്ഞപ്പം കൂടെ ബന്ധിച്ചിരുന്ന അവരെന്ത് ചെയ്തില്ല. ഇതെങ്ങനെ സംഭവിക്കും? വല്ല പിടിയുണ്ടോ ഫ്രാൻസാറിന്? കാരണം കൂട്ടി രണ്ടുപേരുടെയും കരങ്ങൾ ഒരുമിച്ച് ബന്ധിച്ചിരിക്കുക. ദൈവ സാന്നിധ്യം അറയ്ക്കകത്ത് വെളിപ്പെട്ടപ്പോൾ ചങ്ങലകൾ എന്ത് ചെയ്തു? അഴിഞ്ഞു മാറി. അപ്പോൾ അവിടെ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം. ഏത് ശക്തി വിചാരിച്ചാലും ഒരു ദൈവ പൈതലിനെ ബന്ധിപ്പാൻ കഴിയില്ല. സ്തോത്ര. നീ ആശ്രയിക്കുന്ന ദൈവ പൈതലെങ്കിൽ, നീ വിശ്വസിക്കുന്ന ദൈവമുഖത്തേക്ക് നോക്കുന്ന ഒരു ദൈവ പൈതലെങ്കിൽ നിന്നെ ഒരു അന്ധകാര ശക്തിക്കോ ബന്ധിച്ചിടുവാൻ കഴിയില്ലെന്ന്. ആമേൻ. ചില സമയങ്ങൾ അല്പ തടസ്സം കൊണ്ടുവന്നിടാം, അല്പ തടസ്സം കൊണ്ടുവന്നിടാം. ആ സമയത്താണ് നിന്റെ വിശ്വാസത്തിന് വീര്യമുണ്ടാകേണ്ടതാണ്. ഹല്ലേലൂയ. നിന്നിൽ വ്യാപരിക്കുന്ന പരിശുദ്ധയാത്മാവിന്റെ ഹല്ലേലൂയ പ്രവൃത്തി ഉണ്ടാകേണ്ടത്. ഹല്ലേലൂയ. അവിടെയാണ് നീ പറയേണ്ടത്, ഇല്ല, ഈ പ്രതികൂലത്തെ ഞാൻ അതിജീവിക്കൂ, ഈ പ്രതിസന്ധിയെ ഞാൻ അതിജീവിക്കൂ. ഒരു ശത്രുവിനോ എന്നെ തകർക്കുവാൻ കഴിയില്ല എന്ന് നിന്റെ അവരെ കൊണ്ട് പറയുവാൻ ഇടയാകട്ടെ. അതൊരു പക്ഷേ രോഗമാകാം, അതൊരു പക്ഷേ മറ്റെന്തെങ്കിലും സാഹചര്യത്തോടുള്ള ബന്ധത്തിൽ ഉള്ളതാകാം. എന്തുമാകട്ടെ, ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യം, നീ എത്ര നാൾ ഈ ഭൂമിയിൽ ജീവിക്കണമെന്ന്
നീ എങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കണമെന്ന് നിശ്ചയിച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ പ്രവൃത്തി നിന്നിൽ നിറവേറ്റിയതിന് ശേഷമേ നീ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുകയുള്ളൂ. അതിനു മുൻപ് നിന്റെ ജീവൻ അപഹരിക്കുവാൻ, നിന്നെ ഇല്ലാതെയാക്കുവാൻ ഒരു ശക്തിക്കും കഴിയില്ല എന്ന് ഇന്ന് രാത്രിയിൽ മറന്നു പോകരുത്. ക്ഷണത്തിൽ ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവർത്തികൾക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുകയാ. കല്ലെറിയുവാൻ, ഹല്ലേലൂയ, കല്ലെടുക്കുവാൻ കുനിഞ്ഞവരിങ്ങനെ കിടുകിട വിറച്ചു കാണും. ദൈവ സാന്നിധ്യം ഇറങ്ങിയാൽ എന്തുണ്ടാകുമെന്ന് ഇസ്രായേൽ ജനത്തിനറിയാം. പ്രൈസ് ദി ലോർഡ്. അത് കണ്ടിട്ടുള്ളതാണ് അവർ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പിറുപിറുത്ത മത്സരിച്ച ഒരു കുടുംബം, ഒന്നിലധികം കുടുംബങ്ങൾ, ഹല്ലേലൂയ, എന്ത് ചെയ്തതാണ്? അവരെയും അവർക്കുള്ളതിനെയും ഭൂമി വായ് പിളർന്ന് വിഴുങ്ങിക്കളഞ്ഞതാ. ഇതെല്ലാം ഈ ജനം കണ്ടിട്ടുള്ളതാ. സ്തോത്രം. ഹല്ലേലൂയ. എത്ര നല്ല ദൈവമാണ് നാം സേവിക്കുന്ന ദൈവം. നമ്മൾ പാട്ടുകൾ പാടും, പക്ഷെ ആ പാട്ടിന്റെ ആഴം എത്ര പേർ ശ്രദ്ധിക്കുന്നുണ്ട്? നമ്മൾ സാധാരണ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നൊരു പാട്ടാണ് ആശ്രയം യേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. വാസ്തവത്തിൽ നീ ദൈവത്തിൽ ആശ്രയിച്ചാൽ നീ ഭാഗ്യവാൻ തന്നെയാ. പക്ഷേ യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്നവനാ ഭാഗ്യവാൻ. ഹല്ലേലൂയ. നീ മറ്റൊന്നിലേക്ക് പോകണ്ട കുഞ്ഞെ, നീ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചാൽ മതി. പക്ഷെ ആശ്രയിക്കണമെങ്കിൽ എന്തുണ്ടാകണം? നമ്മുടെ ചിന്തകളും നമ്മുടേതും മാറ്റിക്കളഞ്ഞേ മതിയാകൂ. അത് മാറ്റാതെ അവന്റെ അടുക്കലേക്ക് അടുത്തു ചെല്ലാൻ കഴിയില്ല. സ്തോത്ര. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവവചനം നമ്മെ, ഹല്ലേലൂയ, ഓർപ്പിച്ചുണർത്തുന്നത്. അത്യന്ത ശക്തി ഈ മൺകൂടാരത്തിൽ പകർന്നിട്ടുണ്ട്. ഈ അത്യന്ത ശക്തി ഈ മൺകൂടാരത്തിൽ പകരണമെങ്കിൽ ഈ കൂടാരത്തിനകത്ത് അവകാശം പറയുന്നത് മാറ്റിയാല് അത്യന്ത ശക്തി അതിനകത്ത് വസിക്കുകയുള്ളൂ. ഹല്ലേലൂയ. വാസയോഗ്യമായ ഒരു മൺകൂടാരമാക്കി നിന്റെ മൺ ശരീരത്തെ മാറ്റിയേ മതിയാകൂ. മന്ദിരം വിശുദ്ധമായിരിക്കണം. സ്തോത്ര. അപ്രകാരം ഒരു അനുഭവത്തിലേക്ക് നാം അടുത്തു വരണം. സ്തോത്ര. പെട്ടെന്ന് ചില പദങ്ങൾ കൂടെ ഞാൻ പറഞ്ഞ് പെട്ടെന്ന് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം ഇടാം. യോശുവ പറയുന്ന ചില വാക്കുകളുണ്ട്. ഇസ്രായേൽ ജനം വഴിതെറ്റിപ്പോകുന്നത് കണ്ടിട്ട് അവൻ ജനത്തോട് പറഞ്ഞു, ഏത് ദൈവത്തെ സേവിക്കണമെന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. അവൻ തിരഞ്ഞെടുപ്പ് നടത്തി. അത് ഉറപ്പോടുകൂടെ തിരഞ്ഞെടുപ്പ് നടത്തി. ആമേൻ. പർവ്വതത്തിന്റെ മുകളിൽ, ഹല്ലേലൂയ, ഇസ്രായേൽ ജനവുമായി നിൽക്കുന്ന, സ്തോത്രം, ഏലിയാവ് പറയുന്ന വാക്കുണ്ട്, എന്തിനാണ് മക്കളെ നിങ്ങൾ രണ്ട് തോണിയിൽ കാലുവെക്കുന്നത്? സ്തോത്രം. യഹോവ ദൈവമെങ്കിൽ ആ ദൈവത്തിൽ ആശ്രയിക്കുക. ഹല്ലേലൂയ. എന്നിട്ട് അവനവിടെ, ഹല്ലേലൂയ, തന്റെ അടുക്കലേക്ക് ആ ജനത്തെ വിളിച്ചു കൂട്ടുന്നത് കാണുവാൻ കഴിയും. എന്നിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രത്യേക പദമുണ്ട്. ആ ഇസ്രായേൽ ഗോത്രത്തിന്റെ സംഖ്യക്കനുസരിച്ച് ഇടിഞ്ഞു കിടന്ന യാഗപീഠം അവൻ എന്തു ചെയ്തു? നന്നാക്കി. അവിടെ വ്യക്തമായി എഴുതിയിരിക്കുന്ന ഒരു പദമാണ്. അതിനെ എന്ത് ചെയ്തു? നന്നാക്കി. നന്നാക്കി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠത്തെ നന്നാക്കിയാൽ മാത്രമേ അതിന്റെ മുകളിൽ യാഗം കഴിപ്പാൻ കഴിയുകയുള്ളൂ. ആ യാഗത്തിലാണ്
സ്വർഗത്തിൽ നിന്നും തീ പാഞ്ഞിറങ്ങുന്നത്. ആ യാഗത്തിലാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ എവിടെയാണ് ഇടിഞ്ഞു കിടക്കുന്നതെന്ന് ഒന്ന് തിരിഞ്ഞു നോക്കി നന്നാക്കേണ്ടതുപോലെ നന്നാക്കി ദൈവസന്നദ്ധിയോട് നമുക്ക് അടുത്ത് ചെല്ലാം. പെറുപെറുക്കുന്നവർ പെറുപെറുക്കട്ടെ, കല്ലെടുക്കുന്നവർ എടുക്കട്ടെന്നേ. നീ ദൈവത്തിൽ ആശ്രയിച്ചാൽ നിന്നെ എറിയുവാൻ കഴിയില്ല. അതിനു മുൻപേ ദൈവത്തിന്റെ കരം നിനക്കായി വെളിപ്പെടുവാനിടയാകും. സ്തോത്രം. ആ ദൈവത്തിൽ നമുക്ക് പൂർണ്ണമായി ആശ്രയിക്കാം. ആ ദൈവമുഖത്തേക്ക് നമുക്ക് നോക്കി യാത്ര ചെയ്യാം. ഈ മാറ്റമില്ലാത്ത വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ എളിയവന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. സമയം അനുവദിച്ചു തന്ന ദൈവസഭയ്ക്കും ദൈവദാസനും നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ.